ഓം നമോ ഭഗവതേ. പിന്നെയങ്ങനു ദ്രുഹുതന്നുടെ തനയന്മാര് ധന്യനാം ഭവാൻ നരൻ ചക്ഷുസും പരോക്ഷനും പിന്നെ യസഭാനന്ദ നന്ദനൻ കാലനരൻ നന്ദനൻ ശ്രജ്ഞയനും ജയമേ ജയനല്ലോ സൃജ്ജയ പുത്രനബന്ധനയ മഹാശീലൻ അനുജൻ മഹാമനസനുജൻ തനിക്കൂ ക്ഷീണരനും ദിദീക്ഷുവും ഉഷിക്കുതനയന്മാര് ശിബിയും വനൻ ശമിദക്ഷനെന്നവർ നാമം ശിബിതൻ തനയന്മാർ 4 പേര് ആകുന്നിതും ഭദ്രനും സുവീരനും ഗേകയൻ വൃഷദർപ്പൻ ഭദ്രനാദിദീക്ഷുതൻ ആത്മജൻ രുഷദ്രുദ്രൻ തൽസൂതനല്ലോ ഹേമൻ സുത വസന്മകൻ തൽസൂതൻ വലിയവൻ നിഷ്പുത്രനാകൊണ്ടും നൃപപാരിയിൽ ദീർഘതമസാ മഹാമുനി നിർവയാജനാല് 6 പുത്രരെയുണ്ടാക്കിനാന് അങ്കനും കലിംഗനും സുഗ്മനും പുണ്ടറന്താനും വങ്കനുമാണ്ടന്താനും 6 പേരുടെ നാമം 6 പുത്രരും 6 ദിക്കിൽ ചെന്നിരിക്കയാല് 6 പേരുടെ നാമം തദിക്കിനുണ്ടായി വന്നു. നന്ദനൻ വനവാസ നന്ദക ആവുവെന്നുടൻ നന്ദനൻ ദിവീരഥൻ തൽസുതൻ ധർമ്മരഥൻ തൽസുതൻ രോമപാതൻ അപ്രജന ആയാനവൻ അതിനാൽ ദശരഥനാകിയ നരപതി പുത്രയാ ശാന്ത തന്നെ രോമപാതനും നൽകി പുത്രിയായി വളർത്തവിന്യശൃംഗനും നൽകി. വൃഷ്ടിയില്ലായ മൂലമേ വൃഷ്യശൃംഗനെ പണ്ടുമട്ടോരു വാണിമാരു കൊണ്ടുപോയി മായത്താലേ അന്നേരം വൃഷ്ടിയുണ്ടായി വന്നിതു രോമപാത മന്നവപുത്രനായി വന്നതു മൂലം മുനിഷ്ടി ജയിപ്പിച്ച പുത്രനെയുണ്ടാക്കിനാന് ശിഷ്ടനാ രോമപാത നന്ദനൻ ചതുരംഗനും സുതൻ പൃഥുലാക്ഷനാ നൃപൻ ചതുരന്മാരായ 3 പുത്രന്മാര് അവനുണ്ടായി. മുന്നേവൻ മൃഗദ്രഥൻ പിന്നേവൻ ബൃഹത്കർമാവെന്നവൻ ബൃഹത്വാനോ നാമനറിഞ്ഞാലും നന്ദനൻ മൃഗദ്രഥൻ തനിക്കു ബൃഹൻ മനസ്സെന്ന് അവനുടെ പുത്രനായതും ജയദ്രഥൻ തൽപുത്രൻ വിജയനും തൽപുത്രൻ ഋതവൃതൻ തൽപുത്രൻ സത്യകർമാവിന്നധീരഥൻ പുത്രൻ അവനു ഗംഗാതടേ ക്രീഡിച്ചു നടക്കുമ്പോൾ അവിടെയൊരു പെട്ടിയൊഴുകി വന്ന ശേഷം തുറന്നു നോക്കുന്നേരം അതിലുണ്ടോരു ബാലൻ നിറഞ്ഞ തേജസ്സോടും സർവലക്ഷണത്തോടും കന്യകയായ കുന്തി പെറ്റോരു സുതനതു ധന്യനാമധീരഥൻ നന്ദനനാക്കി വച്ചാൻ നാമവും അവനന്നു കർണനെന്നിട്ടേടിനാൻ. കോമളനവനുടെ നന്ദനൻ വൃഷസേനൻ നന്ദനൻ ദ്രുഹുവിനു ബഭ്രുവാകുന്നതവൻ നന്ദനൻ സേതുഭവൻ നന്ദനാരബ്ധനും തൽസൂതൻ ഗാന്ധാരനും തൽസൂതൻ ധർമ്മദാനും തൽസൂതൻ ഋതനന്ദനൻ ദുർദമനും തൽസൂതൻ ഭജേതസും അവൻ്റെ തനയന്മാര്
ദുസ്വഭാവികളാം മ്ലേച്ഛന്മാരായി വന്നാർ. പിന്നെ ഉർവശുവിൻ്റെ നന്ദനൻ വന്നീയവൻ നന്ദനൻ വാസനവൻ നന്ദനൻ വാനുവാനും തൽസൂതൻ മരുത്തനും നന്ദനനില്ലാഞ്ഞവൻ സത്വരം പൂരുവംശജാതന ദുഷ്യന്തനെ പുത്രനായി വച്ചുകൊണ്ട് പൂരുവംശത്തിൽ ചേർന്നാല് ഉത്തമമാകും യദുവംശത്തെ ചൊല്ലിടുവൻ. എത്രയും മുഖ്യമതു ചൊൽകിലും ശ്രവിച്ചാലും യാദവവംശേ കൃഷ്ണൻ വന്ന് അവതരിക്കയാല് മോദമോടതു കേട്ടാൽ മുക്തിയും ലഭിച്ചിടും. ധന്യനായ യദുവിനു നന്ദനൻ സഹസ്രജിത്തെന്നവൻ ക്രോഷ്ടാനളൻ രിഭൂമിവർന്നാലോർ. പിന്നെയാ സഹസ്രജത്തിനൻ ശതജിത്തും നന്ദനന്മാരും 3 പേരവനുണ്ടായി വന്നു. മുന്നേവൻ മഹാഹയൻ പിന്നേവൻ വേണുഹയൻ പിന്നേവൻ ഹേഹേയനും ഹേഹേയസുതൻ ധർമ്മൻ ധർമ്മ നന്ദനൻ നേത്രൻ തൽപുത്രൻ കുന്തിയല്ലോ ധർമ്മിഷ്ഠൻ മാഹീഷ്മനും ഭദ്രസേനനും പിന്നെ ഭദ്രന ദുർദമനും. ഇങ്ങനെ 4 ജനം. ഭദ്രസേനനും പുത്രൻ ധനകനവനല്ലോ ധനകസുതർ കൃതവീര്യനും കൃതാഗ്നിയും മനുജാതിപർ കൃതവർമാവും കൃതൗജസ്സും കൃതവീര്യനും പുത്രൻ അർജുനൻ മഹാരഥൻ ധരണിയേകനാഥൻ സഹസ്രബാഹുവല്ലോ. യോഗീശനായ ദത്താത്രേയനെ സേവിച്ചവൻ യോഗവും അഷ്ടൈശ്വര്യാദികളും വാങ്ങിക്കൊണ്ടാന് കാർത്തവീര്യനും സമനായോരു നരപതി ധാത്രിയിലുണ്ടായതിലുണ്ടാകയില്ല മേലിൽ 85,000 ധർമ്മത്തോടെ വമ്പനാം കാർത്തവീര്യൻ പാലിച്ചാൻ ഭൂമണ്ഡലം. പരശുരാമനോട് സമരം ചെയ്തു നൃപൻ ഹരിലോകവും പ്രാപിച്ചിടിനാന്. അന്ത്യകാലേ പുത്രന്മാരോരായിരമുണ്ടതിങ്ങ് അവരെല്ലാം ചത്തിതു സമരത്തിൽ 5 പേർ ശേഷിച്ചിതേ. ഉത്തമനായ വൃഷ്ണി മധുനന്ദനനല്ലോ പുത്രന്മാർ മധുവിന്നു 100 പേരുണ്ടായി വന്നു. അന്നല്ലോ വൃഷ്ണികളായി വന്നിതു യാദവന്മാർ പിന്നെയും മധുമൂലം മാധവന്മാരായി വന്നു. പിന്നെയും ക്രോഷ്ടാവിന്നു നന്ദനൻ വൃജിനവാന് നന്ദനൻ അശ്വകീയവൻ നന്ദനൻ രുക്ഷേകുവും നൽസൂതൻ ചിത്രരഥൻ തൽസൂതൻ ശശബിന്ദും സൽസേവ്യനവൻ മഹായോഗിയ മഹാഭാഗൻ വീര്യവാൻ. പിന്നെ ചക്രവർത്തിയായി വന്നാനവൻ ഭാര്യമാരുണ്ടു 10,000 കുറയാതെ. ഓരോരോ ഭാര്യമാരിൽ പുത്രന്മാരുണ്ടു 1,00,000. നേരത്രേ നൃപനുടെ യോഗ വൈഭവം ചിത്രം. ഓം നമോ ഭഗവതേ. അടുത്ത ഭാഗം നാളെ.